കാലിക്കറ്റ് കേരള സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സർവകലാശാലകളെ തകർക്കുന്നതിനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ പൊതുജനാഭിപ്രായങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതാണ്. ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നോമിനേഷൻ്റെ പട്ടിക പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 സർവകലാശാലകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ ഗൗരവകരമായ നിലയിൽ സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷൻ സംഘപരിവാറിൻ്റെ ഏജൻറ്റുകളെ സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള മാർഗമാക്കി വീണ്ടും സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടലാണ് കാണാൻ വേണ്ടി കഴിയുക. 16 നോമിനേഷനുകളാണ്, 16 സെനറ്റ് പോസ്റ്റുകളാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അതിലേക്കായി വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ 48ഓളം വരുന്ന ആളുകളുടെ ലിസ്റ്റ് സർവകലാശാല വിവിധ പരിശോധനകൾ നടത്തി ചാൻസലറുടെ ഓഫീസിലേക്ക് സമർപ്പിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ആ ലിസ്റ്റിനെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് മുൻകാലങ്ങളിലേത് എന്നതുപോലെ തന്നെ കാലിക്കറ്റിലും കേരളയിലും കണ്ടതുപോലെ തന്നെ RSSൻ്റെ നോമിനികളെ ഏകപക്ഷീയമായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് നിയമിക്കുന്ന കാഴ്ചയാണ് കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നോമിനേഷൻ ഒന്ന് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ്. മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ളത് ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള വെങ്കിടേഷ് രാമകൃഷ്ണൻ സാറ്, അതേപോലെ തന്നെ രാജ്യം ആദരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശശികുമാർ സാറ്, അതേപോലെ തന്നെ ദൂരദർശൻ്റെ ഡയറക്ടറായിട്ടുള്ള കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് സർവകലാശാല നോമിനേറ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. എന്നാൽ അവയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചാൻസലർ നടത്തിയിട്ടുള്ള നോമിനേഷൻ ജന്മഭൂമി പത്രത്തിൻ്റെ ഒരു പ്രാദേശിക ലേഖകനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് മാധ്യമപ്രവർത്തക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. അതേപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകരുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സെനറ്റിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടണം. എന്നാൽ അത് പൂർണ്ണമായും അട്ടിമറിച്ച് ഹൈസ്കൂൾ HM ഇരിക്കേണ്ടടുത്ത് LP സ്കൂളിലെ HMനെ നോമിനേറ്റ് ചെയ്യണം, അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ട്. ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾ കോൺഗ്രസിൻ്റെ സ്കൂൾ അധ്യാപക സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുകയാണ്. അതേപോലെ തന്നെ അഭിഭാഷക മേഖലയ്ക്കകത്ത് നിന്ന് സജീവ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടാത്ത DCC ജനറൽ സെക്രട്ടറി ER വിനോദ് ചാൻസലറുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് സെനറ്റിനകത്തേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനയുടെ നേതാവായിട്ടുള്ള മറ്റൊരു അഭിഭാഷകൻ ലിസ്റ്റിനകത്തേക്ക് എത്തുന്നു. കായിക മേഖലയുമായി ബന്ധപ്പെട്ട് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനകത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനതാരമായിട്ടുള്ള CK വിനീത് അതേപോലെ തന്നെ KC ലേഖ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ അവഗണിച്ചുകൊണ്ട് മുൻ DCC ജനറൽ സെക്രട്ടറി ബിജു ഉമ്മർ ചാൻസലറുടെ പ്രതിനിധിയായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള സംഘപരിവാറിൻ്റെ ഏജൻറ്റുമാരെ, സംഘപരിവാർ പ്രവർത്തകരെ സെനറ്റിലേക്ക് എത്തിക്കുകയും കഴിവുള്ള, അതേപോലെ തന്നെ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ആളുകളെ ഏകപക്ഷീയമായി അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതി മുൻപ് കേരളയിൽ ഉൾപ്പെടെ കാലിക്കറ്റിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതുപോലെ ഈ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ കണ്ണൂർ നോമിനേറ്റ് ചെയ്യപ്പെട്ട 3-4 കോൺഗ്രസ്സുകാരെ പരിശോധിക്കുമ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ, കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചാൻസലറുടെ ലിസ്റ്റിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് സെനറ്റിലേക്ക് എത്തുന്ന കാഴ്ച സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും. മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തുകൊണ്ട് ചാൻസലർ കോൺഗ്രസിനെ ഓരത്തിരുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസമിതികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ശ്രമത്തിൻ്റെ നടത്തിപ്പുകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവം കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിയുകയാണ്. ഇത് തുടർച്ചയായി നടക്കുമ്പോൾ നമുക്കറിയാം, ഇത് കേരളത്തിൻ്റെ സംസ്ഥാന സർവകലാശാലകളാണ്. സംസ്ഥാന സർവകലാശാലകളുടെ മുകളിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ചാൻസലർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ, അദ്ദേഹം സർവകലാശാലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇടപെടലുകളെ ഈ ഘട്ടത്തിലെങ്കിലും ചെറുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും
തകർക്കുക എന്ന സംഘപരിവാർ പദ്ധതി ഇവിടെ നടപ്പിലാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഈ ഘട്ടത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ ബില്ലുകൾ, കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവ മടക്കി അയക്കാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സംഘപരിവാർ പദ്ധതിയുടെ ഈ നടപ്പിലാക്കലിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ RSSും കേരളത്തിലെ കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണോ കെ സുധാകരൻ്റെ അനുയായികൾ ഈ നിലയ്ക്ക് RSSൻ്റെ ആസ്ഥാനത്ത് നിന്നും ചാൻസലറുടെ ഓഫീസ് വഴി കണ്ണൂർ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ള സെനറ്റ് നോമിനേഷൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം, അക്കാദമിക സമൂഹം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിനോടകം തന്നെ SFI സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അക്കാദമിക സമൂഹം ഒന്നടങ്കം വിദ്യാഭ്യാസ മേഖല മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരം SFI ഉയർത്തിക്കൊണ്ടുവരും. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് മറുപടി എന്നുള്ള നിലയ്ക്കല്ല. ഞങ്ങളിതിനകത്ത് ആരംഭഘട്ടം മുതലേ പറഞ്ഞിട്ടുണ്ട്, സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് SFI എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വൈകാരികമായി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിറങ്ങളോ രാഷ്ട്രീയ ഇടപെടലോ അതിനകത്തില്ല എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തവണ മാത്രമാണ് ഈ പറഞ്ഞ വെറ്റിനറി സർവകലാശാലയ്ക്കകത്ത് പോയിട്ടുള്ളത്. അത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷമാണ്. അതിനു മുൻപ് ഞാൻ ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടില്ല. ആ ക്യാമ്പസിലെന്നല്ല, ഒരു ക്യാമ്പസിൻ്റെയും ഹോസ്റ്റലിൽ താമസിക്കേണ്ടുന്ന കാര്യം SFI സംസ്ഥാന സെക്രട്ടറിക്കില്ല. ഞാൻ അതിനു മുൻപ് അവിടെ പോയിട്ടില്ല. അതിനുശേഷം അവിടെ പോയ ഘട്ടത്തിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരം തെറ്റായിട്ടുള്ള വിവരമായിരിക്കും. വൈകാരികതയുടെ പുറത്തുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും നേരിടുന്നതിന് വേണ്ടി ഏറ്റവും സമഗ്രമായിട്ടുള്ള, ഏറ്റവും കൃത്യമായിട്ടുള്ള അന്വേഷണം ആ വിഷയത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള SFIയുടെ മുൻ നിലപാട് ഈ ഘട്ടത്തിലും ഞങ്ങൾ ആവർത്തിക്കുകയാണ്.